ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കുറേ ദിവസമായില്ലേ ഇൻട്രോയിൽ വന്നിട്ട്. പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇച്ചിരി ബിസിയായിരുന്നു. മായ വന്ന് മുമ്പേ ചോദിച്ച്, ചേച്ചിയെ എന്താ ഇന്നലെ കണ്ടില്ലല്ലോ എന്ന്. ഇച്ചിരി ചിക്കൻ അച്ചാറൊക്കെ ഇടണമായിരുന്നു, അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ. പിന്നെ ഇന്നത്തെ വീഡിയോ 2 ദിവസത്തെ വീഡിയോ അങ്ങിട്ട്, കാരണം ചില ദിവസങ്ങളിൽ ഇച്ചിരിച്ചേ വീഡിയോ ഉള്ളു, അതുകൊണ്ട് 2 ദിവസത്തെ അങ്ങ് ഒരുമിച്ചങ്ങിടുക കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ നല്ല ചൂടിലങ്ങ് പോകുന്നു മനുഷ്യർ. സഹിക്കാൻ പറ്റാത്ത ചൂട്. എന്നും നാട്ടിലാണെങ്കിൽ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടല്ലേ. അമ്മയ്ക്ക് മക്കളെ മഴയുണ്ടോ? ഞാൻ പറയാം, അമ്മയെ ഒരു മഴയുടെ കോൾ പോലും കാണാനില്ലെന്ന്. ഇനിയിപ്പം ജൂൺ എൻ്റെ തൊട്ടൊക്കെ തുടങ്ങുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇത് ഡാളാണോ സാമ്പാറാണോ? ഡാളിൻ്റെ അകത്ത് ഞാൻ മുരിങ്ങയ്ക്കൊക്കെ ഇടുവോടാ? കളറ് കണ്ട് അങ്ങനെ പറയരുത്. അതിൻ്റെ അകത്ത് കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? അതൊക്കെ ചെയ്യണം, തറയെ വീഴല്ലേ. മതി, വിട്. അന്നേരം രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല, ഉച്ച തൊട്ടുള്ള വീഡിയോകളാണ് എടുത്തത്. അപ്പോൾ സാമ്പാറാണ് വെക്കുന്നത്. എല്ലാം കഴിഞ്ഞ് കഷ്ണങ്ങളെല്ലാം വേവിച്ച്, മുരിങ്ങയ്ക്ക മാത്രം ഇട്ടില്ല, ബാക്കി കഷ്ണങ്ങളെല്ലാം വേവിച്ച് ഞാൻ കുക്കറിൽ നിന്ന് ഈ ചരുവത്തിലോട്ടാക്കി. എന്നിട്ടിപ്പം ഞാൻ മുരിങ്ങയ്ക്ക ഇട്ട്. അന്നേരമാണ് പ്രൈസം വന്ന് മസാല ചേർക്കുന്നതിന് മുമ്പിട്ട് മഞ്ഞ കളറി കണ്ടോണ്ണേ ഡാളാന്നൊന്നും പറഞ്ഞ് വന്നതാണ്. എന്നിട്ട് അവൻ അത് ഇളക്കണം. പിന്നെ ഇച്ചിരി നേരം ഒന്ന് ഇളക്കാൻ കൊടുത്ത്. ഞാൻ സംസാരിക്കുന്ന കേട്ടാൽ കൊച്ചിനെ അടിക്കാൻ ചെല്ലുമെന്ന് ചിന്തിക്കും. ഞാനതിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് മനസ്സിലാവുന്നത്. അല്ലാത്തപ്പോൾ നോർമലി സംസാരിക്കാൻ നമുക്ക് അത്രയും അത് മനസ്സിലാവത്തില്ല. വേറെ ആൾ കേൾക്കുമ്പോഴായിരിക്കും തോന്നിക്കുന്നത്, അയ്യോ ഇതെന്തോ അടിക്കാൻ ചെല്ലുന്നത് പോലാണെന്ന്. ഞാൻ ചപ്പാത്തിക്ക് അവിടെ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, ചൂട് കാരണം എനിക്ക് സഹിക്കാൻ വയ്യ. പിന്നെ ഞാൻ ചെന്നാൽ സാമ്പാർ കൂട്ടി കഴിക്കട്ടെന്ന്. ഡാഡിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇവന്മാരിൽ ഒരുത്തന് വേണം, ഒരുത്തന് വേണ്ട, ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞടാ, ഈ ചൂടും പിടിച്ച് നിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന പാട് എനിക്കറിയാം, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ചൂടിനിടയിലും ഓർഡർ വന്നാൽ നമ്മളത് വേണ്ടാന്ന് വെക്കാൻ ഒക്കത്തില്ലല്ലേ. ഓരോ ഓർഡറിന് നമ്മൾ നോക്കിയിരിക്കുമല്ലേ. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കതിൻ്റെ പൈസ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മാറും. അപ്പോൾ ഈ ചൂടത്തും അച്ചാറിൻ്റെ ഓർഡറുകൾ വന്നാൽ എൻ്റെ ചൂടല്ല എവിടെ പോയെന്ന് ചിന്തിക്കും. പക്ഷേ എന്തോ ചെയ്യാൻ, നമ്മൾ ചെയ്തതിലല്ല ഒക്കത്തുള്ളൂ. ഇപ്പം ചൂടാണ്, എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ലല്ലേ. ഇനി ഇച്ചിരി പ്രോൺസ് അച്ചാർ ഇടണമായിരുന്നു. അതാ ഞാൻ ഈ പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് അവർക്കുള്ളതെല്ലാം അങ്ങ് ഒരുക്കിയിട്ട് പറഞ്ഞ് എന്നെ ഇനി ഡിസ്റ്റർബ് ചെയ്യാൻ വരല്. ഒന്നാമത് മമ്മി ഇവിടെ ചൂടായിട്ട് നിൽക്കുക, അതിൻ്റെ പുറത്ത് തന്നെ ഒന്നുകൂടെ ചൂടാക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ മസാല പുരട്ടി വെച്ച് മീനും ഒന്ന് വറക്കാനിട്ടിട്ടുണ്ട്. പിന്നെ പയർ തോരൻ വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാം ഒന്ന് ഞെവിടി അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ മീൻ ഇപ്പോൾ വറക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇവർ ചപ്പാത്തിക്ക് സാമ്പാർ കൂട്ടി അല്ലാതൊക്കെ കഴിക്കുന്നവർ കഴിച്ചു. എനിക്ക് വൈകിട്ടത്തേക്ക് മതിയായിരുന്നു. പിന്നെ ഈ അച്ചാർ പരിപാടി ആയതുകൊണ്ട് ഞാനങ്ങ് ഇപ്പോഴേ അങ്ങ് മീനൂടെ അങ്ങ് വറുത്ത്. മീനൊക്കെ അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്, തോരനും റെഡി ആയിരുന്നു. ഇത്രയും ഒരു ദിവസത്തെയാണ്. ഞാൻ അച്ചാറിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പോയില്ല. ഇനിയും കാണിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. രാത്രി ഞാൻ മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു. ഞാൻ ഈ ചൂട് കാരണം ഉച്ചക്കത്തെ ജോലി കഴിഞ്ഞിട്ടൊന്ന് പോയി ദേഹത്ത് വെള്ളം കോരി ഒഴിക്കും. അത്രയോ ഒഴിക്കുമ്പം എന്തോ ആശ്വാസമെന്നറിയാൻ പോരാ. പിന്നെ രാത്രിയിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം നിന്ന് ദേഹത്തങ്ങ് വെള്ളം ഒഴിക്കും, ഒന്ന് തണുക്കട്ടെന്നും പറഞ്ഞ്. ഒരു 11-11:30 കഴിഞ്ഞ് ആണ് എൻ്റെ കുളി. അത് കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ചായ അവിടെ തിളച്ച് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഡലിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയുണ്ട്, പിന്നെ സാമ്പാർ ഉണ്ട്. ഇന്നലെ നമ്മൾ വെച്ചില്ലേ സാമ്പാർ, ആ സാമ്പാറുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒന്നെടുത്ത് അവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്.
റിച്ചാന് സാമ്പാറിനേക്കാൾ ഇഷ്ടം ചമ്മന്തിയാണ്. ഇവർക്കൊക്കെ പോളാണെങ്കിൽ രണ്ടും എടുക്കും, ചമ്മന്തി എടുക്കും, സാമ്പാറും എടുക്കും. ഞാൻ പിന്നെ സാമ്പാർ മാത്രം. സാമ്പാറിന് ഇത്രയും ചുമന്ന കളറല്ല കേട്ടോ, ഈ നമ്മുടെ ക്യാമറയുടെ കുഴപ്പമാണ്. അപ്പം ഇന്നെന്ത് വന്നേലും ഉലുവ അങ്ങ് പൊടിച്ച്, ഇനിയും കുരുമുളക് പൊടിക്കണം. ചപ്പാത്തി ആൻറ്റിയുടെ മോൻ്റെ കല്യാണം ആയതുകൊണ്ട് അവർ നാട്ടിൽ പോയേക്കുക. ചപ്പാത്തി ഇനി ഉണ്ടാക്കണം. അന്നേരം ഞാൻ ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ മീൻ കറി വയ്ക്കാനായിട്ട് മീൻ എടുത്തിട്ടുണ്ട്. അന്ന് വാങ്ങിച്ച മീനിൻ്റെ അകത്ത് 3 ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്നത് എന്തുവാന്നോ, ഫേസ്ബുക്കിൽ അയലമീൻ ക്ലീൻ ചെയ്യുന്ന വിധം എന്നുള്ളൊരു വീഡിയോ ഇടാൻ വേണ്ടി ഫേസ്ബുക്കിൽ അതിനുള്ള വീഡിയോ എടുക്കുമായിരുന്നു. ഇത് ഞാൻ നേരത്തെ നമ്മുടെ യൂട്യൂബിൽ ഒരു 3-4 വർഷത്തിന് മുമ്പിട്ട്, 3-4 വർഷത്തിന് മുമ്പിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അയല ക്ലീൻ ചെയ്യുന്ന വിധം, മത്തി ക്ലീൻ ചെയ്യുന്ന വിധം, അന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അപ്ഡേറ്റ് വന്ന് വിജീസ് കിച്ചൻ ഇങ്ങനെ അയല ക്ലീൻ ചെയ്യുന്നത്. ഞാനത് നോക്കിയിട്ട് അത് ലക്ഷങ്ങളിൽ പുറത്ത് വ്യൂസ് പോയേക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇതൊന്നും ഇപ്പം ഞാൻ ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ടല്ലോ, ഫേസ്ബുക്കിലൂടെ ഇട്ടേക്കാന്ന്. നമ്മളിപ്പം നിസ്സാരമെന്ന് കാണുന്ന കാര്യം, ഇപ്പം നിങ്ങൾ ചിന്തിക്കുമോ മീൻ വെട്ടുന്ന കാര്യം ആർക്കാ മീൻ അറിയാത്ത, അത് നമ്മൾ ചിന്തിക്കുന്നത്, എന്നെപ്പോലുള്ളവർ ചിന്തിക്കും അത് അയ്യോ എന്തിനാ ഇത് കാണിക്കുന്നത്. പക്ഷേ ന്യൂജൻ ഇപ്പോഴത്തെ ഈ കുട്ടികൾ ഇപ്പോൾ ഉള്ളവരെല്ലാം യൂട്യൂബ് നോക്കിയാണ് അവരോരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അറിയാൻ വയ്യാത്ത പലരും കാണും, അവർക്കതിൽ ഏത് വീഡിയോ ആണ് അവർക്ക് കംഫർട്ടായി തോന്നുന്നതെന്ന് വെച്ചാൽ അതവർ നോക്കും. അപ്പം ഞാൻ ചിന്തിച്ച് ഇട്ടാൽ പ്രയോജനമുള്ളവർക്ക് പ്രയോജനമായിക്കോട്ടെ, അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് ഫേസ്ബുക്കിൽ ഇടാമെന്ന് വെച്ച്. ഈ മീൻ എപ്പോൾ എടുക്കുന്ന കണ്ടാലും വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് നോക്കും. കാരണം ഇപ്പോൾ എപ്പോൾ ഇവിടെ ആൻറ്റിമാരത്ത് വിളിച്ച് ചോദിച്ചാലും മീനുണ്ടോ ആൻറ്റി, മീനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല ഇല്ല, ഉണ്ടേലോ 10 മത്തി 200 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ലാഭമായിരുന്നു. അതെന്തോ ചെയ്യാനാ, ഇതിനിപ്പോൾ ഞാൻ റീച്ചാൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ റീച്ചാൻ്റെ അടുത്ത് ആവുന്നേം പറഞ്ഞാൽ വാങ്ങിയിരുന്ന് റീച്ചാൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ചാടിക്കും. നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞില്ലേ വാങ്ങിക്കുക, അന്നേരം നീ വേണ്ടാന്ന് പറഞ്ഞെന്ന് പറയും. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ കഴുകുന്നത്, ഞാൻ എന്തിലാണ് കഴുകുന്നത്, അതെല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങളത് കേട്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. എന്നും കാണുന്നതല്ലേ എൻ്റെ മീൻ വെട്ടക്കും. മീൻ വെട്ടുന്ന കാര്യം പറയുമ്പോഴേ എൻ്റെ ചില ചുരുക്കം 2-3 പേരുണ്ടെന്ന് തോന്നുന്നു, നോൺ വെജ് കഴിക്കാത്ത, മീനൊന്നും കഴിക്കാത്ത, മായം കഴിക്കത്തില്ലെന്ന് തോന്നുന്നു, കഴിക്കാത്തവർ. അവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഈ മീൻ വെട്ടുന്നതും കറി വെക്കുന്നതും കാണാൻ ഇഷ്ടം, അതിരുന്ന് കാണും. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അവർ കഴിക്കാത്തവർ ചിലർക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴേ മീൻസ് ഒരു കഴിക്കാത്തവർ മീനും ബീഫും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കങ്ങ് വൊമിറ്റിംഗ് പോലൊക്കെ തോന്നുമായിരിക്കുമല്ലേ. പക്ഷേ പാവങ്ങളോട് നമ്മളെ ഇത് മീൻസ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അത് കാണുന്നതെന്ന് പറയുമ്പം നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാനിന്ന് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഇനി അങ്ങ് കഴിവൊക്കെ നിർത്താൻ പോവാം. അപ്പം നന്നായിട്ട് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും കറിയും കൂടെ വെക്കട്ടെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മീൻ കറി വെക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലേ, അഥവാ ചുരുക്കം പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞങ്ങ് പോയേക്കാം. ഓയിലൊഴിച്ച് കടുകും ഇച്ചിരി ഉലുവ എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ എങ്ങാനും മതി. ഉലുവായും ഇട്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുന്ന ഉടനെ മഞ്ഞപ്പൊടി ഇട്ട്, മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ ചാലിച്ച് ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ഇങ്ങനെ ചാലിച്ച് ചേർക്കാം. ഞാനിപ്പം മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം ഇതിൻ്റെ അകത്ത് അങ്ങ് ചാലിച്ചാണ് ചേർക്കുന്നത്. ചിലർ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഈ മുളക് പൊടിക്ക് അധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തത്. മീൻ എത്രയുണ്ടോ അതനുസരിച്ച്, ഈ മീൻ വലിയ മീനല്ലേ, നല്ല വലിയ 3 പീസ് ആക്കാനായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി മസാലയൊക്കെ മീൻ്റെ അകത്ത് നന്നായി പിടിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ പോൾമോന് ഇഷ്ടം. അപ്പം പുളിവെള്ളവും ആവശ്യത്തിനുള്ള അരപ്പിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളച്ച് ഉപ്പൊക്കെ ഇട്ട് തിളച്ച് വരട്ടെ.
അപ്പം അന്ന് വെച്ച മീൻ പീര ഇരിപ്പുണ്ട്, ഞാനത് ഫ്രിഡ്ജ് വെച്ചേക്കും. ഇപ്പം മീൻ കറിയുള്ളപ്പോൾ ഞാൻ പീര എടുക്കുന്നില്ല, ഒന്നും ഇല്ലാത്ത സമയത്ത് എടുക്കാം. അപ്പോൾ ഇച്ചിരി തലയൊക്കെ ഇന്നാളി വെട്ടിയ മീനിൻ്റെ തലയൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാനൊരു ഡബ്ബയ്ക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ തല ഇങ്ങനെ നമ്മുടെ ആ കടുക് വറുക്കുന്ന ആ പാത്രത്തിൻ്റെ അകത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ആ തല കൊള്ളാം. അതിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ പീസായിരുന്നു കേട്ടോ, ഇത് വേണമെങ്കിൽ 4 പീസ് ആക്കാമായിരുന്നു. ഞാൻ 4 പീസ് ആക്കിയില്ല, തല കഴിഞ്ഞിട്ട് വലിയ 3 പീസ് ഉണ്ടായിരുന്നു. അപ്പം മീനൂടെ പറക്കിയിട്ടിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഇതടപ്പത്ത് വെച്ചിട്ട് എനിക്ക് ചപ്പാത്തി ഞാൻ ഇന്നാൾ ചെയ്തതുപോലെ എല്ലാം ഒന്ന് ഈ മീൻകറി തിളച്ചിട്ട് ഞാൻ ചപ്പാത്തി പരത്തുന്നുള്ളൂ. കാരണം എനിക്ക് ഫാൻ ഇട്ടിട്ട് വേണം ചപ്പാത്തി പരത്തി വെക്കാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അകത്ത് പോയി ഇരുന്നിട്ട് എനിക്ക് ചെയ്യാനുള്ള വേറെ ജോലികളുണ്ടല്ലോ, തുണി മടക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് മീൻ തിളച്ച് വറ്റിയതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ഫാൻ ഇട്ടിട്ട് പരത്തി വെച്ചിട്ട് പിന്നെ 2 തവ വെച്ചിട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഇപ്പോൾ ഇത് 2-3 ദിവസത്തിന് മുമ്പിട്ടുള്ള വീഡിയോ ആണല്ലേ. ഇപ്പോൾ ചപ്പാത്തി ആൻറ്റി വന്നു, കഴിഞ്ഞ ദിവസം ചപ്പാത്തി കൊണ്ടുവന്നുണ്ടേ. എനിക്ക് ആ ചപ്പാത്തി എടുത്തപ്പോഴേ മനസ്സിലായി ഇതാണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഷേപ്പില്ല, ആൻറ്റി ഉണ്ടാക്കുന്നതിന് അത്രയും കളറും ഇല്ല. അപ്പം ഞാൻ റേച്ചാനോട് പറഞ്ഞു, റേച്ചാനും പറയാം. അത് കണ്ടപ്പോഴേ പ്രൈസനത് മനസ്സിലായി. പ്രൈസൻ പറഞ്ഞു, അയ്യോ ഈ ചപ്പാത്തി എന്തോ കളറില്ല, ആൻറ്റി ഉണ്ടാക്കുന്നതെല്ലാം തോന്നുന്നല്ലോ എന്ന്. അപ്പം ഞാൻ അവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നല്ലതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റേച്ചാൻ ചോദിച്ചോണ്ട് എന്തുവാ, ആൻറ്റിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് പുതിയ മരുമോളുണ്ടാക്കിയതാണ്, ആൻറ്റി ഉണ്ടാക്കുന്നതിന് ഷേപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആൻറ്റി എല്ലാം ഉണ്ടാക്കിയത്. ആൻറ്റി ഉണ്ടാക്കുന്നത് കറക്റ്റ് നമ്മുടെ ചപ്പാത്തി പലകയുടെ റൗണ്ട് പോലെ ഇരിക്കും, ഒരു സൈഡും കയറി ഇറങ്ങി വരത്തരുത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയതിൻ്റെ സൈഡ് കറക്റ്റ് റൗണ്ട് അല്ലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആഫ്രിക്ക, അന്റാർട്ടിക്ക പോലൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ആൻറ്റി ചെയ്യുന്നത് അതുപോലല്ല, കറക്റ്റ് റൗണ്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഞാനവിടെ കുക്കറിൽ നമ്മുടെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ച് വാർക്കാനേ. ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ പിന്നെ എൻ്റെ ജോലികൾ തീർന്നു. മീൻകറി വറ്റി വന്നായത് ഞാൻ പറഞ്ഞ മീൻകറി ഓഫാക്കിയിട്ടിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്തിയെന്ന്. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.